കൊല്ലം വയ്യനാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ശാസ്താംകോവിൽ LP സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന പരാതിയുമായി രക്ഷിതാക്കളും നാട്ടുകാരും. തകർന്ന ടൈലുകളും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന മരവുമായി അപകടാവസ്ഥയിലാണ് സ്കൂൾ കെട്ടിടവും ഗ്രൗണ്ടും. 7 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് ഈ അവസ്ഥയിലായത്. കഴിഞ്ഞ 1.5 വർഷമായി ക്ലാസ് റൂമിൽ ടൈലുകൾ ഉഗ്രശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകട സാധ്യത കണ്ട് ക്ലാസ് റൂമുകൾ ഓരോന്നോരോന്നായി അടച്ചു. പഞ്ചായത്ത് അധികൃതരെത്തി ക്ലാസ് റൂമുകൾ സന്ദർശിച്ച ശേഷം പുതിയ ടൈലുകൾ പാകി പുനർനിർമ്മിക്കാമെന്ന് വാഗ്ദാനം നൽകി. എന്നാൽ ടൈലുകൾ മുഴുവൻ ഇളക്കി മാറ്റുകയല്ലാതെ ക്ലാസ് റൂമുകൾ പുനർനിർമ്മിച്ചില്ലെന്നാണ് പരാതി. ഉയർന്നു നിൽക്കുന്ന സിമന്റ് പാളികളിൽ കുറച്ചു ഭാഗത്ത് മാത്രം തുണി വിരിച്ചുകൊണ്ടാണ് നിലവിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. നിരവധി തവണ പഞ്ചായത്തിലും PWDയിലും സ്കൂളിന്റെ അവസ്ഥ കാണിച്ച് പരാതി നൽകി. എന്നാൽ പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. സ്കൂളിന് മുന്നിലെ മാവ് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാത്തത് കൊണ്ട് അസംബ്ലി മുടങ്ങിയിട്ട് മാസങ്ങളായതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ക്ലാസുകൾ പുനർനിർമ്മിക്കണമെന്നും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്നുമാണ് സ്കൂൾ അധികൃതരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.